ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോമ്പ് ധ്യാനത്തിൻ്റെ 6-ാം ദിവസത്തിൽ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വേദഭാഗങ്ങളാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തുനിന്ന് യേശുവിനെ വിളിപ്പാൻ ആളെ അയക്കുന്നതാണ്. ആ സമയം യേശു പുരുഷാരത്തിൻ്റെ നടുവിലായിരുന്നു. അവർ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തുനിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. നമ്മൾ വീണ്ടും സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 50 വരെയും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 19 മുതൽ 21 വരെയും ഇതേ വചനങ്ങൾ കാണുവാൻ സാധിക്കുന്നു. ഒന്നാമതായി നമ്മൾ കാണുന്നത് പിതാവ് എന്തിനു വേണ്ടി യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു എന്നതാണ്. ഇവിടെ ബന്ധങ്ങൾക്കല്ല സ്ഥാനം. യേശുവിനോട് കൂടെയുള്ള എല്ലാവർക്കും നീതി ലഭ്യമാക്കുക, തുല്യതയുള്ളവരാക്കുക, അതിനുവേണ്ടിയാണ് പിതാവായ ദൈവം പുത്രനായ മിശിഹായെ ലോകത്തിലേക്ക് അയച്ചത് എന്ന് ഈ വേദഭാഗങ്ങളിൽ കൂടി മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ എന്നെ കൈക്കൊണ്ടില്ല. എന്നെ കൈക്കൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാകുന്നു എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എന്ന് കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും വന്ന സമയത്ത് ഒരു സമൂഹം ജനങ്ങൾ യേശുവിനെ ചുറ്റും കൂടിയിരിക്കുന്നതായി വചനത്തിൽ കൂടി നമ്മൾ കാണുന്നു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യക്കാരെ കൂടെ ചേർക്കുന്ന കർത്താവിനെയാണ്. അവിടെ സ്വന്തത്തിനും ബന്ധത്തിനും സ്ഥാനം കർത്താവ് നൽകുന്നില്ല. ഇതാണ് കൂട്ടായ്മയുടെ ബലം, കരുത്ത്. ദൈവവുമായുള്ള ബന്ധത്തിൽ കൂടിയാണ് ക്രിസ്തീയത ഉളവാകുന്നത്. റിലേഷൻ ഉണ്ടെന്ന് വിചാരിച്ച് ഫെലോഷിപ്പ് ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഈ ചിന്തയാണ് കർത്താവായ ക്രിസ്തു നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇതാണ് ദൈവീക നീതി. ഇവിടെ കർത്താവിൻ്റെ സമത്വത്തെ കാണുവാനായിട്ട് കഴിയുന്നു. രണ്ടാമതായി അയച്ച പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുക എന്നതാണ് പിതാവ് യേശുവിനെ ലോകത്തിലേക്ക് അയച്ചതിൻ്റെ ഉദ്ദേശം. പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ എല്ലാവരും ഒന്നാകുക എന്നതാണ്. ആ സമത്വം ആയിരുന്നുവല്ലോ ഏദനിൽ കണ്ടിരുന്നത്. മനുഷ്യരോടുകൂടെ ദൈവം. എന്നാൽ പാപമൂലം ദൈവത്തിനു മനുഷ്യനുമായുള്ള ബന്ധം മുറിക്കപ്പെടേണ്ടി വന്നു. വീണ്ടും ദൈവത്തിന് അനുതാപമുണ്ടായി സ്വന്തം പുത്രനെ ആദരിക്കാതെ ലോകത്തിനു വേണ്ടി അയക്കപ്പെട്ടു. അതാണ് കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഞാൻ വന്നത് ലോകത്തെ സ്നേഹിപ്പാനാണ്. ഇവിടെ അമ്മയെന്നോ സഹോദരങ്ങൾ എന്നോ വ്യത്യാസമില്ല. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ ആരോ അവരാണ് എനിക്കെല്ലാം. ഈ വേദഭാഗത്തു നിന്നും നമ്മുടെ ചിന്തയിലേക്ക് വരുമ്പോൾ മനുഷ്യർ പരസ്പരം അറിയുവാനും സ്നേഹിക്കാനും ബുദ്ധിമുട്ടുന്ന ഈ കാലയളവിൽ ഒരു ഭാഗത്ത് മനുഷ്യനെ തന്നെ കൊന്നൊടുക്കുന്നു. അങ്ങനെ അനീതിയുടെ ഒരു കാലയളവായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ വലിയ നോമ്പിൻ്റെ പ്രശസ്തി നമ്മൾ അറിയുന്നത്. നമ്മളെ തന്നെ ഒരുക്കുവാൻ തക്കവണ്ണം വ്യക്തികളാലും കുടുംബമായും സഭയായും സമൂഹമായും ഇടയാക്കട്ടെ. ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചതുപോലെ എന്തിനു വേണ്ടി കഷ്ടം അനുഭവിച്ചുവോ ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമുക്ക് ചെന്നു ചേരുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിരപ്പും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.